പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് LSS എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് എളുപ്പകരമാക്കാൻ കുറച്ചു ചോദ്യോത്തരങ്ങൾ പഠിച്ചാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 640നെ 5 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 128 കിട്ടും. 10 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 64 എങ്കിൽ 20 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്രയായിരിക്കും? ഉത്തരം 32. 640നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 128. 640ന്റെ പകുതി 128, 128ന്റെ പകുതി 64, 64ന്റെ പകുതി 32. 1 ലക്ഷത്തിൽ എത്ര നൂറുകളുണ്ട്? ഉത്തരം 1000. 100ൽ 1 നൂറ്, 1000ത്തിൽ 10 നൂറ്, 10,000ത്തിൽ 100 നൂറ്, അങ്ങനെയാണെങ്കിൽ 1 ലക്ഷത്തിൽ 1000 നൂറ്. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? ഉത്തരം 1000. നാലക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ തന്നെയാണ് 5 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം വരാത്ത ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ. ഒരാൾ പേനയും പെൻസിലും 25 രൂപയ്ക്ക് വാങ്ങി. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 50 രൂപ കൂടുതലാണ്. എന്നാൽ പെൻസിലിന്റെ വില എത്രയാണ്? ഉത്തരം 8. ആദ്യം നമ്മൾ 25ൽ നിന്ന് 9 കുറക്കണം. അപ്പോൾ നമുക്ക് 16 കിട്ടും. 16നെ പകുതിയാക്കിയാൽ 8. അപ്പോൾ പെൻസിലിന്റെ വില 8 എന്നും പെന്നിന്റെ വില 17 എന്നും കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് പേനയുടെയും പെൻസിലിന്റെയും വില ലഭിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2 പേനയ്ക്ക് 8 രൂപയെങ്കിൽ 25 പേനയുടെ വില എത്ര? ഉത്തരം 100 ആണ്. 2 പേനയ്ക്ക് 8 രൂപ, അങ്ങനെയാണെങ്കിൽ 1 പേനയ്ക്ക് 4. 4നെ നമ്മൾ 25 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 100 എന്ന് കിട്ടും. ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 10. ശിഷ്ടം 3 എങ്കിൽ സംഖ്യ ഏത്? ഉത്തരം 93. ഈ സംഖ്യയെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചു, ഹരണഫലം 10 ലഭിച്ചു, ശിഷ്ടം 3 കിട്ടി. 93 എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ 10നെ ആദ്യം 9 കൊണ്ട് ഗുണിക്കണം. ബാക്കി ശിഷ്ടമായി വരുന്ന 3 അതിലേക്ക് കൂട്ടണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 4 ശിഷ്ടം കിട്ടി. ആ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഉത്തരം 0. 8 കൊണ്ട് ഹരിക്കുക എന്നാൽ 8 വീതം കൂട്ടങ്ങളെ കുറച്ച് വരിക എന്നാണല്ലോ. ബാക്കി 4 വന്നാൽ അതിൽ നിന്ന് 4ന് ഒരു കൂട്ടം കുറയ്ക്കാമല്ലോ. അപ്പോൾ ശിഷ്ടം വരില്ല. 4, 5, 7, 2, 3, 6, 8, 1, 4. ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഉത്തരം 4. 5ഉം 4ഉം 9, 7ഉം 2ഉം 9, 6ഉം 3ഉം 9, 8ഉം 1ഉം 9. ബാക്കി 4ആണ്. അപ്പോൾ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ 2300നും 2400നും ഇടയിലുള്ള ഒരൊറ്റ സംഖ്യയാണ്. 10ന്റെ സ്ഥാനത്ത് 4ആണ്. ഒരക്കം ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ആര്? ഇത് വളരെ സിമ്പിളാണ്. ഉത്തരം 2343 എന്നാണ്. ഇനി നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കേട്ട് നോക്കിയാലോ. 2016 ജനുവരി 1 വെള്ളിയാഴ്ച ആണെങ്കിൽ 2016 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? ഉത്തരം ചൊവ്വ. ജൂൺ മാസം 1-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഈ മാസത്തിൽ എത്ര ബുധനാഴ്ചകളുണ്ട്? ഉത്തരം 5. 46 എന്ന സംഖ്യയെ റോമൻ അക്കത്തിൽ എങ്ങനെ എഴുതാം? ഉത്തരം XLVI.
അപ്പു വീട്ടിൽ നിന്നും 8:25 പുറപ്പെട്ട് 9:05 സ്കൂളിലെത്തി. യാത്രക്കെടുത്ത സമയം എത്ര? ഉത്തരം 40 മിനിറ്റ്. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള തുക എത്രയാണ്? ഉത്തരം 10,999. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ